അത്ര ഒരുങ്ങി സുന്ദരിയായിട്ട് പോകുന്നത് ആ മറുക് കളയാൻ വേണ്ടിയിട്ടാട്ടോ. അമ്മ പണ്ട് മുതലേ എൻ്റെ അടുത്ത് പറയാണ് എനിക്കിത് മറുകൊന്ന് ചെറുതാക്കി താ, ഇതുകൊണ്ട് കളാന്ന്. അപ്പം എനിക്കത്ര വലിയ താല്പര്യമില്ല, അമ്മയ്ക്കൊന്നും താല്പര്യമില്ലായിരുന്നു. പക്ഷെ അമ്മയുടെ ഇഷ്ടം അനുസരിച്ചിട്ടാണ് നമ്മളത് നോക്കുന്നത്. നമ്മുടെ വീഡിയോ കണ്ടിട്ട് തന്നെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കളഞ്ഞോ, ഇതിന്റെ അപ്ഡേഷൻ ഒന്നും ഇല്ലല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട്. അപ്പോൾ ഡോക്ടർ നമുക്ക് ഇന്നാണ് അപ്പോയിന്റ്മെന്റ് തന്നത്. സോ നമ്മൾ ഇന്ന് ഡോക്ടറിന്റെ അടുത്ത് കാണാൻ പോവാണ്. ഇതിന്റെ പ്രോസസ്സ് എങ്ങനെയാണെന്നുള്ളത് എനിക്ക് ഒന്നും കൂടി ഡോക്ടറിന്റെ അടുത്ത് ക്ലിയർ ആയിട്ട് ചോദിക്കണം. എന്നിട്ട് അവരുടെ പെർമിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഏതാണ് ക്ലിനിക്ക് എന്നൊക്കെ അടുത്ത വീഡിയോയിൽ പറയത്തുള്ളൂ കേട്ടോ. ഹോസ്പിറ്റലിൽ വന്ന് അമ്മ മോള് പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയം കൊണ്ട് ഞാനും ഒരു മൈക്രോ നീഡ്ലിംഗ് അങ്ങനെ എന്തോ പറയുന്നത് ഒരു സാധനമുണ്ട്. അതായത് എൻ്റെ മുഖത്ത് പിമ്പിൾസ് വന്ന പാട് കുറേ ഉണ്ട് കേട്ടോ. അതൊന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുമായിരുന്നു. എൻ്റെ അടുത്ത് പറഞ്ഞു ഫസ്റ്റ് സിറ്റിങ്ങിൽ തന്നെ ഇതെല്ലാം കംപ്ലീറ്റ് ആയിട്ട് മാറും എന്നുള്ളത്. നമ്മൾ ഒരു 20 days ടൈം കൊടുക്കണം. അപ്പോൾ എൻ്റെ ഫസ്റ്റ് സെക്ഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എനിക്ക് വൈകി കിട്ടിയ പസന്തം പോലെയാണ് കേട്ടോ ഈ ഡോക്ടറും. ഞാൻ ഒരുപാട് ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടെങ്കിലും ഇതെനിക്ക് ഭയങ്കര അടിപൊളിയായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഡോക്ടറിന്റെ ഡീറ്റെയിൽസ് നേരത്തെ പറഞ്ഞ പോലെ ഡോക്ടറിന്റെ പെർമിഷനോടുകൂടി ഞാൻ പറയുന്നതായിരിക്കും. മൈക്രോ നീഡ്ലിംഗ് ചെയ്യുമ്പോൾ നമുക്ക് അതിന് വേദനയൊന്നും ഉണ്ടാവില്ല കേട്ടോ. എനിക്ക് മെയിനായിട്ട് ആ മറുകൊക്കെ ഒന്ന് പോയി ക്ലിയർ ആയേ പറ്റൂ. കാരണമൊക്കെ ഉണ്ട്, ഞാൻ പറയാമേ. ഇനി അമ്മയുടെ ഫേസ് കാണണ്ടേ? ആ ഉണ്ണി അവരിങ്ങനെ മരവിപ്പിച്ചിട്ട് അതിലെന്തോ കരികിച്ച് കളയുന്നു അങ്ങനെ എന്തോ പറയുന്നത്. അത് കുറച്ച് ദിവസം കഴിയുമ്പോൾ അങ്ങനെ ഇളകിപ്പോകും. അമ്മ അപ്പം മുതൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത് എപ്പോൾ പോകും എന്നുള്ളത്. ഇച്ചിരി സമയം എടുക്കും. പിന്നെ അമ്മയുടെ മുഖത്തെ ആ കുറേ മാർക്സുകളും ക്ലിയർ ആക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ഡ്രസ്സെല്ലാം ഞാൻ മുകളിൽ ടാഗ് ചെയ്തിരിക്കുക. ബൈ.